പ്രിയമുള്ള സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ സംസ്ഥാനത്ത് ഈ അടുത്ത ഫെബ്രുവരി മാസം 7-ാം തീയതി ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് വളരെ സന്തോഷം നൽകുന്ന ചില അറിയിപ്പുകൾ ഉണ്ടാകും എന്നുള്ള റിപ്പോർട്ടുകളാണ് ഏറ്റവും പുതിയതായിട്ട് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. ക്ഷേമ പെൻഷൻ വാങ്ങുന്ന എല്ലാ മലയാളികളും ഈ ഒരു വീഡിയോ പൂർണ്ണമായും തന്നെ കാണുക, വീഡിയോ ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് വഴിയാണ് ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു വീഡിയോ പരമാവധി മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കണം, അതുപോലെ തന്നെ ഷെയർ ചെയ്തെത്തിക്കുക. നമുക്ക് നോക്കാം വിശദമായിട്ടുള്ള അറിയിപ്പ്. നമ്മുടെ സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ്റെ വിതരണം എല്ലാ മാസവും 20-ാം തീയതിക്കും 30-ാം തീയതിക്കും ഇടയിലാണ് സാധാരണ രീതിയിൽ തന്നെ നടന്നു പോരുന്നത്. ഇതിൽ യാതൊരു തരത്തിലുള്ള മാറ്റങ്ങൾ ഇപ്പോൾ കുറേ നാളുകളായിട്ട് ഉണ്ടായിട്ടില്ല. 4 മാസത്തെ കുടിശ്ശികയൊക്കെ ഉണ്ട് എങ്കിൽ പോലും തുകയുടെ വിതരണം ഒരു മാസത്തെ 1600 രൂപയെങ്കിലും കറക്റ്റായിട്ട് എത്തിക്കുവാൻ സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നുണ്ട്. ആ ഒരു തുകയുടെ വിതരണവും നടക്കുന്നുണ്ട്. ചില സമയങ്ങളിൽ ഈ ഒരു തുക കൂടുതലായിട്ട് ഉത്സവ സീസണുകളിലൊക്കെ തുക വിതരണം നടത്തുന്നുമുണ്ട്. മാത്രവുമല്ല, കുടിശ്ശികയുള്ള 4 മാസത്തെ തുക കൂടി വിതരണം ഉടനെ ഉണ്ടാകും. ഇതിൽ 2 ഗഡുവാണ് തുക കഴിഞ്ഞ വർഷം വിതരണം ചെയ്യുമെന്ന് പറഞ്ഞത് എങ്കിൽ പോലും പക്ഷേ അതിൻ്റെ വിതരണം നടന്നിട്ടില്ല. അത് കഴിഞ്ഞ വർഷം എന്നല്ല പറയേണ്ടത് 2024-25 സാമ്പത്തിക വർഷത്തിൽ തന്നെ 2 ഗഡു തുക വിതരണം ചെയ്യുമെന്നാണ്. അങ്ങനെ വരുമ്പോൾ മാർച്ച് മാസം 30-ാം തീയതി വരെയൊക്കെ, അവസാനം വരെയൊക്കെ അതിന് സമയമുണ്ട്. ഒരു മാസത്തെ തുക ഉടനെ തന്നെ ഈ മാർച്ച് മാസത്തിന് മുമ്പാകെ തന്നെ, ചിലപ്പോൾ ഈ മാസം തന്നെ വിതരണം ഉണ്ടാകും സംബന്ധിച്ചുള്ള റിപ്പോർട്ട് വരുന്നുണ്ട്. ഈ മാസമോ അല്ലെങ്കിൽ അടുത്ത മാസമോ ഒക്കെ ആയിട്ട് കൂടുതലായിട്ട് ഒരു മാസത്തെ തുക കൂടി ലഭിക്കും. അത് അങ്ങനെ വരുമ്പോൾ തുക ഒരു മാസത്തിൽ 2 മാസത്തെ കുടിശ്ശികയും അതുപോലെ തന്നെ ആ ഒരു മാസത്തെ തുകയുടെ ചേർത്ത് 3200 രൂപ ഒന്നെങ്കിൽ ജനുവരി മാസം അല്ലെങ്കിൽ ഫെബ്രുവരി മാസം, അതിൻ്റെ അപ്പുറത്തേക്ക് പോകില്ല, അതിന് മുമ്പാകെ തന്നെ ലഭിക്കും. സാധ്യത കൂടുതൽ ഈ ഒരു മാസത്തിൽ തന്നെ ലഭിക്കാനാണ്. കാരണം വർഷാവസാനമാകുമ്പോൾ വലിയ രീതിയിലുള്ള ബില്ലുകളൊക്കെ മാറി തീരേണ്ടതായിട്ട് വരും. ആ ഒരു സാഹചര്യം ഉണ്ടാകാതിരിക്കാൻ ആ സമയത്ത് ഫണ്ട് കണ്ടെത്താൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഉടനെ തന്നെ വിതരണം ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഈ മാസം തന്നെ തുകയുടെ വിതരണം ഉണ്ടാവും. പക്ഷേ ഇതിനേക്കാളുമൊക്കെ വലുതായിട്ടുള്ള മറ്റൊരു കാര്യം ഉണ്ടാവുകയാണ്. ഫെബ്രുവരി മാസം 7-ാം തീയതിയോടുകൂടി നമ്മുടെ ക്ഷേമ പെൻഷൻ നമുക്ക് ഏകദേശം ഉറപ്പിക്കാമെന്ന് തോന്നുന്നു. ഇത് സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട്. ക്ഷേമ പെൻഷൻ 1700 രൂപ തന്നെ ആകും എന്നുള്ള സൂചനകളാണ് വരുന്നത്. 2025 ഫെബ്രുവരി 7-നാണ് നമ്മുടെ സംസ്ഥാന ബഡ്ജറ്റ് ഉണ്ടായിരിക്കുന്നത്. ഈ ദിവസം തന്നെ ക്ഷേമ പെൻഷൻ തുക 1700 രൂപയിലേക്കുള്ള പ്രഖ്യാപനം ഉണ്ടാകുമെന്നുള്ള റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട്. പല മാധ്യമങ്ങളും അല്ലെങ്കിൽ പല സോഴ്സിൽ നിന്ന് ലഭിക്കുന്ന റിപ്പോർട്ട് അനുസരിച്ച് അത് 1800 രൂപ വരെ പോകാം എന്നുള്ള രീതിയിലുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട്. അതായത് 200 രൂപ വർധനവ് വരെ വരാം. കുറഞ്ഞ പക്ഷം 100 രൂപയുടെ വർധനവ് ഉറപ്പായിട്ടും ഉണ്ടാകും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു വസ്തുത. എന്തുതന്നെയായാലും ഇത് വളരെ പ്രധാനപ്പെട്ടത്, സന്തോഷം നൽകുന്ന ഒരു അറിയിപ്പാണ്. 2500 രൂപ വരെ ഘട്ടം ഘട്ടമായി ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുമെന്ന്, 2500 രൂപയിലേക്ക് എത്തിക്കുമെന്നാണ് നിലവിലെ ഇപ്പോൾ ഭരിക്കുന്ന പാർട്ടിയുടെ വക്താക്കൾ തന്നെ ഇലക്ഷന് മുമ്പാകെ പറഞ്ഞത്. പക്ഷേ സംബന്ധിച്ചുള്ള നടപടിയൊന്നും ഉണ്ടായില്ല എങ്കിൽ പോലും തുക കറക്റ്റായിട്ട് ഇപ്പോൾ വിതരണം ചെയ്യുന്നുണ്ട്. ഇടയ്ക്ക് കുറച്ച് കുടിശ്ശിക വന്നെങ്കിൽ പോലും അത് 2000 രൂപയിലേക്കെങ്കിലും എത്തുകയാണെങ്കിൽ ജനങ്ങൾക്ക് വളരെ ആശ്വാസം നൽകുന്ന ഒരു അറിയിപ്പായിരിക്കും. 2025 ഫെബ്രുവരി മാസം 7-ാം തീയതി ആരും മറക്കരുത്. വളരെ സന്തോഷം നൽകുന്ന റിപ്പോർട്ടുകൾ ഉണ്ടാവും എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു വസ്തുത. അപ്പോൾ ഈ ഒരു കാര്യം ഒന്ന് മനസ്സിലാക്കുക. വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ്. പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുക, മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുക. വിശദമായിട്ടുള്ള മറ്റൊരു അറിയിപ്പ് വീണ്ടും ഉണ്ടാകും വരെ നമസ്കാരം.